മണ്ഡല പുനർനിർണയത്തിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിലുള്ള ജയം അത് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തമാക്കുന്നത് SDPI വോട്ടുകളുടെ മാത്രം അടിസ്ഥാനത്തിലാണ് എന്ന വിലയിരുത്തൽ എത്രത്തോളം പൊതുജനം വിശ്വസിക്കുമെന്നത് ഒരു ഭാഗത്ത് നിൽക്കുകയല്ലേ അമീൻ. ഇപ്പോൾ വീണ്ടും CPIM SDPI ഘടകകക്ഷിയെ പോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ കൂടി ആയുധമാക്കാനായി തെരഞ്ഞെടുപ്പിൽ പ്രയോഗിച്ച അതേ ആയുധം വർഗീയ പാർട്ടികളുമായുള്ള സഖ്യം അത് ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ കോൺഗ്രസ് പൂർണ്ണമായും ഈ ആരോപണങ്ങളെ തള്ളുകയാണ്. കഴമ്പില്ലാത്ത ആരോപണമാണ് ഇടത് ക്യാമ്പ് ഉന്നയിക്കുന്നത് എന്നൊരു നിലപാട് തന്നെയാണ് UDF-നുള്ളത്. പ്രത്യേകിച്ച് ആരാണ് പാലക്കാട് വർഗീയ ചേരിതിരിവിന് ശ്രമിച്ചതെന്നൊരു മറു ചോദ്യം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് അടിസ്ഥാനമായി അവർ ഉയർത്തിക്കാണിക്കുന്നത് സുപ്രഭാതത്തിലും അതുപോലെ തന്നെ സിറാജിലും വന്ന പരസ്യമാണ്. അത് ഒരു വിഭാഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആ വിഭാഗത്തിനിടയിലെ വോട്ട് ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി CPM നടത്തിയ ബോധപൂർവമായ ശ്രമമാണ് ഏറ്റവും വലിയ വർഗീയ ചേരിതിരിവിനുള്ള ഇടപെടൽ എന്ന രീതിയിലാണ് കോൺഗ്രസ് നേതൃത്വം UDF നേതൃത്വം അതിനെ വിശേഷിപ്പിക്കുന്നത്. എന്ന് മാത്രമല്ല SDP-യുടെ പിന്തുണ അത് UDF നേതൃത്വം ആവശ്യപ്പെട്ടിട്ടില്ല. SDP സ്വമേധയാ പിന്തുണ പ്രഖ്യാപിച്ചതാണ്. അവർ സ്വന്തം നിലയിൽ പ്രകടനം നടത്തിയതാണ്, ആഹ്ലാദ പ്രകടനം നടത്തിയതാണ്. അതിന് ഞങ്ങൾക്ക് ഒരു പങ്കുമില്ല എന്നൊരു നിലപാട് കൂടിയും UDF നേതൃത്വം സ്വീകരിക്കുന്നുണ്ട്. SDP ബന്ധവും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി ബന്ധവും പറഞ്ഞ് കോൺഗ്രസിനെയും UDF-നെയും പ്രതിരോധത്തിലാക്കാൻ ഇടതുപക്ഷം ശ്രമിക്കുമ്പോൾ 2011 വരെ ഇടതുപക്ഷം ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് നേടിയ സാഹചര്യം കൂടിയും അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. SDPI ഓരോ തെരഞ്ഞെടുപ്പിലും രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് പിന്തുണ പ്രഖ്യാപിക്കാറുണ്ട്. അത് ഇടതുമുന്നണിക്കും പലപ്പോഴും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ VD സതീശൻ ഉൾപ്പെടെയുള്ളവർ അത്തരക്കാരുടെ വോട്ട് വേണ്ട എന്ന് പരസ്യമായി പറഞ്ഞതാണ്. പിന്നെ ഓരോ തെരഞ്ഞെടുപ്പിലും അങ്ങനെ പറയേണ്ട ആവശ്യം എന്ത് എന്നൊരു ചോദ്യം അവർ ചോദിക്കുന്നുണ്ട്. ഒപ്പം മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന ആർക്കും തങ്ങൾക്ക് വോട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ SDPI മാത്രമല്ല ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുള്ളത്. കോർപ്പറേഷനിൽ BJP-യുടെ വോട്ടിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. അപ്പോൾ BJP നേതൃത്വത്തിനെതിരെ BJP-യുടെ ചെയ്തികളിൽ അതൃപ്തരായിട്ടുള്ള BJP പ്രവർത്തകർ ഉൾപ്പെടെ UDF-ന് വോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ആളുകളും തങ്ങൾക്ക് വോട്ട് ചെയ്യുന്നു എന്ന നിലയിൽ തന്നെയാണ് അതിനെ ചൂണ്ടിക്കാണിക്കാനും ചിത്രീകരിക്കാനും അതിനെ വിശദീകരിക്കാനും UDF നേതൃത്വം ആഗ്രഹിക്കുന്നതും ആ രീതിയിലൊരു പ്രതിരോധം തന്നെയാണ് അവർ തീർക്കുന്നത്. അതിനപ്പുറത്തേക്ക് സന്ദീപ് വാര്യരുടെ കാര്യമടക്കം UDF-ന്റെ വർഗീയ നിലപാടിന് ഉദാഹരണമായി CPM-ഉം ഇടത് നേതാക്കളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ BJP ബാന്ധവം അവസാനിപ്പിച്ച് മറ്റൊരു ചേരിയിലേക്ക് സന്ദീപ് പോകുമെന്നുള്ള സൂചനകൾ വന്നപ്പോൾ തന്നെ സന്ദീപിനെ സ്വാഗതം ചെയ്ത CPM നേതാക്കളുടെ നിലപാട് ഇരട്ടത്താപ്പാണ് അതുൾപ്പെടെയുള്ള ഉദാഹരണങ്ങൾ നിരത്തിയാണ് CPM-ന്റെ ഈ വാദത്തെയും ഈ നിലപാടുകളെയും അവർ പ്രതിരോധിക്കുന്നത്. ഒപ്പം വലിയ ഭൂരിപക്ഷം നേടി UDF വിജയിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലും UDF-ന്റെ സിറ്റിംഗ് മണ്ഡലമാണ് പാലക്കാട്. അങ്ങനെയുള്ളൊരു പാലക്കാട് ഏതെങ്കിലും തരത്തിൽ വർഗീയ ശക്തികളുടെ പിന്തുണ തങ്ങൾക്ക് തേടേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ വിജയിച്ചു വരാനാകുന്ന രാഷ്ട്രീയ സാഹചര്യം മണ്ഡലത്തിലുണ്ട്. അതിനോടൊപ്പം തന്നെ കൂടുതൽ ആളുകളുടെ പിന്തുണ UDF-ന് ലഭിക്കുന്നുണ്ട്. അത് അവർ സ്വന്തം നിലയിൽ നൽകിയതാണ്. അതിനപ്പുറത്തേക്കൊരു UDF-നെതിരെ ആരോപിക്കുന്നത് പോലെ ഒരു ഘടകകക്ഷി ബന്ധം എന്ന തലത്തിലൊക്കെ വ്യാഖ്യാനിക്കാനും ചിത്രീകരിക്കാനും ശ്രമിക്കുന്നത് അത് CPM പരാജയത്തിന്റെ പേരിൽ ആ പരാജയത്തിന്റെ ആഴക്കടലിൽ നിന്ന് തിരിച്ചു കരകയറുന്നതിന് ഉയർത്തിക്കാണിക്കുന്ന ഓരോ തൊടുന്യായങ്ങൾ മാത്രമാണ് എന്ന നിലയിലാണ് UDF നേതൃത്വം കോൺഗ്രസ് നേതൃത്വം അതിനെ നോക്കിക്കാണുന്നതും അതിനെ പ്രതിരോധിക്കുന്നതും. സുജയ.